അൽഹംദുലില്ലാഹില്ലദീ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സ്വാഹിബിൽ ജിബ്രീലി വറജാഇൽ മഅ്ലൂലി വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം അറിവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മഹത്തായ സ്വർഗം, ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അത് നേടുന്ന മഹാഭാഗ്യവാന്മാർ, സുഹൃതവാന്മാർ, അവരെക്കുറിച്ചാണ് നമ്മൾ 3 ആഴ്ചകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പേർഷ്യ കീഴടക്കാനായിട്ടൊരു വമ്പൻ സൈന്യവുമായി പുറപ്പെട്ടു. ഓരോരോ രാഷ്ട്രങ്ങൾ ഒന്നായി അദ്ദേഹം കീഴടക്കി. സിറിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇറാൻ, ഇറാഖ് ഒക്കെ കീഴടക്കി, ഓരോ പ്രദേശങ്ങൾ കീഴടക്കി വരികയാണ്. ആ വമ്പൻ സൈന്യത്തോട് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിവില്ലാതെ ഓരോരുത്തരായി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു. ഇസ്ലാമിൻ്റെ പതാക എല്ലാ നാടുകളിലും പറത്തിക്കൊണ്ടങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വഴിമധ്യേ ടൈഗ്രീസ് നദിയുടെ അടുത്തെത്തി അവർ. ടൈഗ്രീസ് നദി എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ്, യൂഫ്രട്ടീസും ടൈഗ്രീസും. ആ വർഷം ആ നദി കരകവിഞ്ഞൊഴുകുകയാണ്. തുർക്കിയിൽ നിന്നും പുറപ്പെട്ട് ഇറാൻ, ഇറാഖ്, സിറിയയിലൂടെ ഒഴുകി കടലിൽ പതിക്കുന്ന ടൈഗ്രീസ് നദി 1850 കിലോമീറ്റർ ദൈർഘ്യമുള്ള നദിയാണ്. വമ്പൻ കപ്പലുകൾ സഞ്ചരിക്കുന്ന നദിയാണ്, അല്ലാതെ ഒരു പുഴയോ ആറോ ആയിട്ടൊന്നും കരുതണ്ട. ആ ടൈഗ്രീസ് നദിയുടെ മുന്നിലെത്തി മുന്നോട്ടെങ്ങനെ പോകും, അക്കരെ എങ്ങനെ കിടക്കും? അന്ന് പാലങ്ങളൊന്നുമില്ല. മറുപുറം കടന്നെങ്കിലേ അടുത്ത രാഷ്ട്രത്തിലേക്ക് പോകാൻ കഴിയൂ. എല്ലാവരും വല്ലാതെ വിഷമിച്ചു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ മുഴുവനും വിളിച്ചുകൂട്ടി. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, മുന്നിൽ ടൈഗ്രീസ് നദിയാണ്, നമുക്കങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് ഈ നദിയിലൂടെ നടന്ന് അക്കരെ കയറുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളെന്ത് പറയുന്നു? എൻ്റെ കൂടെ വരാൻ ആരൊക്കെ തയ്യാറുണ്ട്? തയ്യാറല്ലാത്തവർക്ക് ഇവിടെ വച്ച് പിരിഞ്ഞു പോകാം. ഒരേ സ്വരത്തിൽ, ഒരു വിമതനില്ലാതെ ആ സൈനികർ ഒന്നടങ്കം പറഞ്ഞു, നദി കടക്കുവാനുള്ള മാർഗം ഇങ്ങനെ നടന്നു കടക്കാമെന്ന് താങ്കൾക്ക് തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. അതിനാൽ തീരുമാനം താങ്കൾ നടപ്പാക്കിക്കൊള്ളുക. ഞങ്ങൾ തുടരാൻ തയ്യാർ. ഞങ്ങൾ ഒരാളും പിന്മാറുന്നില്ല, എല്ലാവരും അങ്ങയോടൊപ്പം വരാൻ തയ്യാർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസം തോന്നുന്നില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന ടൈഗ്രീസ് എന്ന് പറയുന്ന ആഴമേറിയ നദി 1850 കിലോമീറ്റർ ദൈർഘ്യത്തിലൂടെ പാഞ്ഞു പതഞ്ഞൊഴുകുന്ന, ആ വർഷം കരകവിഞ്ഞൊഴുകുന്ന ടൈഗ്രീസിൻ്റെ നടുവിലൂടെ നടന്ന് ആ സൈന്യം മുന്നേറുകയാണ്. അതിശയോക്തി തോന്നുന്നുണ്ടോ? കളവാണെന്ന് തോന്നുന്നുണ്ടോ? ഇതെന്തെങ്കിലും മായാവി കഥയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ലോകത്ത് നടന്നതാണ്. ചരിത്രം തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്രകാരം പറയുക: അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വ നതവക്കലു അലൈക ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഇന്നല്ലാഹ യൻസുറു ഔലിയാഅഹു വ യുഫ്ലിഹു ദീനഹു വ യുദില്ലു അഅദാഅഹു ലാ ഇസ്സത വലാ ഖുദ്റത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അല്ലാഹുവേ, ഞങ്ങളിതാ നിന്നോട് സഹായം തേടുന്നു. വനത്തവക്കലു അലൈക, നിന്നിൽ ഞങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ മരണവും ഞങ്ങളുടെ ആയുസ്സും ഈ ടൈഗ്രീസ് നദിയും അതിൻ്റെ ഒഴുക്കുമെല്ലാം നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. അല്ലാഹുവേ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഭരമേൽപ്പിക്കാൻ ലോകത്തെ ഏറ്റവും പര്യാപ്തൻ അള്ളാഹു ആകുന്നു. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവൻ. അള്ളാഹുവിനോടാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അഭികാമ്യൻ. അല്ലാഹുമ്മ ഇന്നല്ലാഹ യൻസുറു ഔലിയാഹു, അള്ളാഹു എപ്പോഴും അവിടുത്തെ സഖാക്കളെ സഹായിച്ചിട്ടുണ്ട്, സ്നേഹിതരെ സഹായിച്ചിട്ടുണ്ട്.
വയുഫ്ലിഹു ദീനഹു, അള്ളാഹുവിൻ്റെ ഈ ദീനിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. യുദില്ലു അഅ്ദാഅഹു, ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തും. ലാ ഇസ്സത വലാ ഖുദ്റത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഉന്നതനും മഹാനുമായ അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയുമില്ല, പ്രതാപവുമില്ല. എല്ലാവരും ഈ ദുആ കൊണ്ട് നദി കടന്നു. ചരിത്രം പറയുന്നു, ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നദിയിലേക്ക് പ്രവേശിച്ചു. കരയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ പരസ്പരം സംസാരിച്ചുകൊണ്ട് അവർ നദി കടന്നു. കരയിൽ നിന്നവർക്ക് ആ നദിയിൽ കടന്നവരെ പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കരയിൽ നിന്നവർക്ക് നദിയിൽ കടന്നവരെ കാണാൻ കഴിഞ്ഞില്ല. അവരെല്ലാം താന്നുപോയി എന്ന് വിചാരിച്ച് കാണും. വർത്തമാനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടക്കുന്ന പോലെ നടന്ന് അക്കരെ കടന്നു. പേർഷ്യ മുഴുവൻ കീഴടക്കി. എല്ലാ രാജ്യങ്ങളും അന്നാണ് ഇസ്ലാമിൻ്റെ കീഴിൽ വന്നത്. സിറിയ, തുർക്കി, ഈജിപ്റ്റ്, ഇസ്രയേലൊക്കെ 48-ലുണ്ടായ രാഷ്ട്രമാണ്. എന്നാൽ രാഷ്ട്രം തന്നെ ഇല്ല. മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ചങ്കിൽ നിന്നും കുറേ ചോര, കുറേ മാംസം പറിച്ചെടുത്ത് ബ്രിട്ടനും റഷ്യയും അമേരിക്കയും ഫ്രാൻസും കൂടി ഉണ്ടാക്കി കൊടുത്ത സങ്കല്പ രാഷ്ട്രമാണ് ജൂതരാഷ്ട്രം. അങ്ങനെ ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല. ഇറാൻ, ഇറാഖ്, ജോർദാൻ എല്ലാം പിടിച്ചെടുത്തു. അവിടെ അന്നു മുതൽ ഇന്ന് വരെ ഇസ്ലാമിക പതാകയാണ്, മുസ്ലിം ഭരണമാണ്. ആലോചിച്ച് നോക്കണം, നാം എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. മഅരിഫത്തുല്ലാ, സ്വർഗത്തിലെത്താനുള്ള ഒന്നാമത്തെ മാർഗം 5 ഗുണങ്ങൾ വേണം. അതിൽ ഒന്നാമത്തെ ഗുണം, അടയാളം മഅരിഫത്തുല്ലാ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരിക്കണം. നാം എന്ത് മനസ്സിലാക്കുന്നു? അള്ളാഹു വിചാരിച്ചാൽ കടൽ കരയാക്കാം, കര കടലാക്കാം. ഭൂകമ്പത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറും പുഷ്പം പോലെ ഇല്ലാതാക്കാം. സുനാമിയെ ഇല്ലാതാക്കാം. ഒരു കുമിളയെ സുനാമിയാക്കി മാറ്റാം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ശക്തി വിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പ്രസംഗിക്കുകയായിരുന്നു. സ്വർഗവാസികളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. സ്വർഗവാസികളുടെ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, മാഹും സബഊന അൽഫൻ യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഒരു 70,000 ആൾക്കാരുണ്ടാകും. അവർക്ക് ഹിസാബുമില്ല, ശിക്ഷയുമില്ല, ചോദ്യവുമില്ല, മീസാനുമില്ല, ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് മഹ്ശറയിൽ നിന്ന് അവർ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു. മീസാൻ എന്ന ത്രാസുണ്ടാവില്ല, സുറാത്ത് എന്ന പാലമുണ്ടാവില്ല. ഒരു പരീക്ഷണങ്ങളുമില്ലാതെ മഹ്ശറയിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകൾ. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ജനങ്ങളിൽ ജിജ്ഞാസ വളർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ആകാംക്ഷയുണ്ടാക്കാൻ, ജിജ്ഞാസയുണ്ടാക്കാൻ, അവർക്ക് കൂടുതൽ ആഗ്രഹം ജനിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ വീട്ടിനകത്തേക്ക് പോയി. നബിതങ്ങൾ പോയപ്പോൾ സഹാബത്ത് ഇങ്ങനെ ചർച്ചയായി, ആരായിരിക്കും ഈ ആളുകൾ? ചിലർ പറഞ്ഞു, ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്തവർ, ഒരു തെറ്റും ചെയ്യാത്തവർ, അവരായിരിക്കും ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കുക, വിചാരണയില്ലാതെ, മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ, കടമ്പകളില്ലാതെ. ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയവർ, പ്രവാചകൻ്റെ സുഹബത്ത്, പ്രവാചകൻ്റെ കൂടെ കഴിച്ചുകൂട്ടിയവർ, അവരായിരിക്കും. കുറച്ച് ആൾക്കാർ പറഞ്ഞു, ജീവിതത്തിൽ ഷിർക്കൊന്നും ചെയ്യാത്തവർ, ഒറ്റ ഷിർക്കും ചെയ്യാത്തവർ, അവരായിരിക്കും. ഇവരിങ്ങനെ ചർച്ചയിൽ മുഴുകിയിരിക്കെ പ്രവാചകൻ വീണ്ടും കടന്നു വന്നു. മല്ലദീ തഖൂലൂന ഫീഹി, എന്താണ് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്, കുശൂഷിക്കുന്നത്? പ്രവാചകൻ ചോദിച്ചു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അല്പം മുമ്പേ പറഞ്ഞിട്ട് പോയില്ലേ, 70,000 ആളുകൾ ഒന്നുമില്ലാതെ, ഒരു കടമ്പയും ഒരു തടസ്സവുമില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന്. ആരായിരിക്കും അവർ? അവരെക്കുറിച്ചാണ് ചർച്ച. അവിടെ നിന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു തരാം. ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ റബ്ബിഹിം യതവക്കലൂൻ. ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവരാരാണെന്നറിയുമോ? അവർ ജീവിതത്തിൽ മന്ത്രിക്കുകയില്ല, മന്ത്രിപ്പിക്കുകയില്ല, അവർ ലക്ഷണം നോക്കുകയില്ല, ശകുനം നോക്കുകയില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ് ആ 70,000 ആളുകൾ. 600 കോടി അല്ലെങ്കിൽ 700 കോടി മനുഷ്യരിൽ നിന്ന്, അല്ലെങ്കിൽ 1000-ഓ 2000-ഓ കോടി മനുഷ്യരിൽ നിന്ന് വെറും 70,000 ആൾക്കാരെ അള്ളാഹു സെലക്ട് ചെയ്തു. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്,
ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്, സുസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഓരോ സൃഷ്ടിക്കും വേണ്ടത് അതാത് സൃഷ്ടിക്ക് വേണ്ട അളവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ. എല്ലാം അറിയുന്ന ആ തമ്പുരാനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ മാത്രമാണ് സ്വർഗത്തിൽ കിടക്കുക. അവർ അല്ലാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുന്നു. അവർ മന്ത്രിപ്പിക്കുകയില്ല. അവർ ശകുനം നോക്കുന്നവരല്ല, ലക്ഷണം നോക്കുന്നവരല്ല, അന്ധവിശ്വാസങ്ങളിൽ മുഴുകുന്നവരല്ല. എല്ലാം പടച്ച തമ്പുരാനെ ഏൽപ്പിക്കുന്നു, അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ. അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്തോ നടക്കട്ടെ. ഇങ്ങനെയുള്ള 70,000 ആൾക്കാരാണ് യാതൊരു കടമ്പകളില്ലാതെ സ്വർഗത്തിൽ കിടക്കുക എന്ന് മഹാനായ പ്രവാചകൻ. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം കഴിയുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാമെന്നല്ലാതെ എന്ത് പറയാൻ. അള്ളാഹുവാണ്. അള്ളാഹു എല്ലാറ്റിലും അള്ളാഹുവിനെ മുന്നിൽ കാണുന്നു. പടച്ചവൻ തീരുമാനിച്ചത് മാത്രമേ ഈ ഭൂമിയിൽ നടക്കൂ. പടച്ചവൻ തീരുമാനിക്കാത്ത ഒരു കാര്യം ഈ ഭൂമിയിൽ നടക്കില്ല. മഹാനായ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പള്ളിയിലിരിക്കവേ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വേഗം വരീൻ, നിങ്ങളുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടിന് തീ പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നു, ഓടി വരീൻ. 3 ആളുകൾ വന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം നിശ്ചലനായിരുന്നു കൊണ്ട് പറഞ്ഞു, എൻ്റെ വീടിന് തീ പിടിക്കുകയില്ല. പള്ളിയിൽ തന്നെ ഉറച്ചിരുന്നു, പിന്നെ ഒന്നും ചോദിച്ചതുമില്ല. 4മതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ തീ ഇങ്ങനെ പടർന്നു പിടിച്ചു വരികയായിരുന്നു, ആ പ്രദേശം മുഴുവനും കത്തി. താങ്കളുടെ വീടിൻ്റെ സമീപം വന്നപ്പോൾ തീ അണഞ്ഞു പോയി, താങ്കളുടെ വീടിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, എൻ്റെ വീടിനെ തീപിടുത്തത്തിൽ നിന്നും സംരക്ഷിച്ച് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, തങ്ങളെ ഇതെന്തൊരു അത്ഭുതമാണ്. 3 ആളുകൾ ഒന്നിനു ശേഷം ഒന്നായിട്ട് വന്ന് പറയുന്നു, വീടിന് തീ പിടിച്ചു എന്ന്. താങ്കൾ പറയുന്നു, താങ്കളുടെ വീടിന് തീ പിടിക്കുകയില്ല. ഇപ്പം ദാ 4മൻ വന്നിട്ട് പറയുന്നു, താങ്കളുടെ വീടിന് മാത്രം തീ പിടിച്ചില്ല, ബാക്കി എല്ലാ സ്ഥലത്തും തീ പിടിച്ചു എന്ന്. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇങ്ങനെ പറയാനുള്ള ഈമാൻ? ഞങ്ങളിൽ ആരെങ്കിലോടാണ് ഞങ്ങളോട് വന്ന് വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് ഓടും. താങ്കൾ ഉറച്ചിരുന്ന് ഇബാദത്തിൽ തന്നെ മുഴുകി, താങ്കൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല, എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, രാവിലെ ആരെങ്കിലും അള്ളാഹുവിനോട് ഈ ദുആ ഓതി ദുആ ചെയ്താൽ വൈകുന്നേരം വരെ അവനോ അവൻ്റെ വസ്തുക്കൾക്കോ യാതൊരു അപകടവും സംഭവിക്കുന്നതല്ല. വൈകുന്നേരം ആരെങ്കിലും ഈ ദുആ ഓതി ദുആ ചെയ്താൽ പ്രഭാതം വരെ അവനോ അവൻ്റെ വീടിനോ അവൻ്റെ വാഹനത്തിനോ അവൻ്റെ മക്കൾക്കോ അവനെ ബന്ധിക്കുന്ന ആർക്കും ഒരു അപകടവും പറ്റുന്നതല്ല. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു അൻത റബ്ബുൽ അർശിൽ അളീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവാണ് എല്ലാം. അല്ലാഹു എഴുതിയത് മാത്രമേ ഭൂമിയിൽ നടക്കൂ. അല്ലാഹു എഴുതാത്തത്, അല്ലാഹു രേഖപ്പെടുത്താത്ത ഒന്നും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഞാനെല്ലാം ഇതാ എൻ്റെ റബ്ബിൽ തവക്കുലാക്കുന്നു, ഫലമേൽപ്പിക്കുന്നു. എൻ്റെ റബ്ബാണ് ഏറ്റവും നല്ല കാവൽക്കാരൻ, ഏറ്റവും നല്ല രക്ഷിതാവ്. ഈ ദുആ ഒരുത്തൻ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, പ്രദോഷത്തിൽ ചൊല്ലിയാൽ പ്രഭാതം വരെയും അവനോ അവൻ്റെ വസ്തുക്കൾക്കോ യാതൊരു അപകടവും സംഭവിക്കില്ല എന്നെൻ്റെ റസൂലുള്ളാഹി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ ആ ദുആ ഓതിയവനാണ്. അതുകൊണ്ട് എൻ്റെ വീടിന് തീ പിടിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ദാ ഇപ്പം 4മൻ വന്ന് പറഞ്ഞിരിക്കുന്നു, താങ്കളുടെ വീടിൻ്റെ സമീപത്ത് വന്നപ്പോൾ തീ അണഞ്ഞുപോയി എന്ന്. മഹത്തായ ഈ ദുആ മൻസിൽ 1-ാം ഭാഗത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ദുആ പതിവാക്കണം. അത്ഭുത ദുആയാണ്. അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള ദുആയാണ്. വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഈ ദുആ ഓതിയിട്ടേ നിർബന്ധമായും പോകാവൂ. അപ്പോൾ എന്താ അർത്ഥം? അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എത്രയാണ്? റബ്ബിലുള്ള ഉറപ്പായ വിശ്വാസം എത്രയാണ്? മാരിഫത്തുള്ള, അള്ളാഹുവിനെ അറിയണം.
അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. മുകളിലേക്കാൾ മുകളിലാകുന്നു നീ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും മീതെയാണ്. മുകളിലേക്കാൾ മുകളിലായി വർത്തിക്കും സകലകമാം സനാതനാസത്വമേ. പരമമേയമായി ശുദ്ധമായി വർത്തിക്കും പരമലാവണ്യ തത്വമേ വന്ദനം. ഗിരിനിരദൂരമോർത്തലമത്ഭുതം പരമമുന്മുഖം തിളങ്ങുന്നു നിൻമുഖം. കറുകകൾ നിന്നനുത്ത തിരുമുഖം നെറുകയിൽ വച്ചു കോൾമയിർ കൊള്ളുന്നു. അകലെയേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണത്ഭുതം. മുകളിലേക്കാൾ മുകളിലായി വർത്തിക്കും സകലകമാം സനാതനാ തത്വമേ. പരമമേയമായി ശുദ്ധമായി വർത്തിക്കും പരമലാവണ്യ തത്വമേ വന്ദനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ. സൂര്യനെന്ന അത്ഭുത നക്ഷത്രത്തെ നമുക്ക് സമ്മാനിച്ചവൻ. എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകൂടി നക്ഷത്രഗോളങ്ങളെ അമ്മാനമാടി കളിക്കുന്നവൻ. അവയ്ക്കൊക്കെയും കൃത്യമായ സഞ്ചാരപാത നിശ്ചയിച്ച് അവ തമ്മിലൊന്നും കൂട്ടിമുട്ടി പ്രപഞ്ചം തകരാതെ സൂക്ഷിച്ച് കൃത്യമായി കൊണ്ടുപോകുന്നവൻ. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർള് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എല്ലാ സെക്കൻഡിലും അള്ളാഹു ജോലിയിലാണ്. അള്ളാഹു ഉറക്കത്തിലല്ല, അള്ളാഹു മയക്കത്തിലല്ല. അള്ളാഹു കൃത്യമായി സൃഷ്ടികളെ പരിപാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിന് മയക്കം ബാധിക്കുന്നതല്ല, ഉറക്കം ബാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയണം. അള്ളാഹുവിനെ വേണ്ടവണ്ണം അറിയുന്നവർക്കാണ് സ്വർഗം. ഒരു സഹോദരി, അവരുടെ ഭർത്താവ് യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു. എല്ലാവരും അവരെ ആശ്വസിപ്പിക്കുവാൻ ഒരുമിച്ച് കൂടി. ചെറുപ്പക്കാരിയാണ്, കൊച്ചു കുട്ടികളുമാണ്. ഇനി കുടുംബത്തിന് ആരും തുണയില്ല, എല്ലാം തീർന്നു, ആ കുടുംബം അനാഥമാവുകയാണ്. എല്ലാവരും ആശ്വസിക്കുമെന്ന്. പക്ഷേ ആ സ്ത്രീ കരയുന്നു, അമിത സങ്കടമൊന്നും കാണിച്ചില്ല. അപ്പോൾ ഒരു കൂട്ടുകാരി ചോദിച്ചു, നിനക്ക് വിഷമമില്ലേ? നിൻ്റെ എല്ലാമായ ഭർത്താവല്ലേ മരിച്ചത്? കൊച്ചു കുട്ടികളല്ലേ, ആരുണ്ടിനി നിങ്ങൾക്ക്? നീ എന്താണ് കരയാതിരിക്കുന്നത്? അവർ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ പോയതിൽ വല്ലാത്ത വിഷമമുണ്ട്. എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു എൻ്റെ ഭർത്താവ്. ഞാൻ പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്നു എൻ്റെ ഭർത്താവിനെ. അദ്ദേഹം എൻ്റെ മക്കളെയും എന്നെയും ഈ ചെറുപ്രായത്തിൽ വിട്ടുപോയതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ കരഞ്ഞിട്ടെന്ത് കാര്യം? നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നം തേടിക്കൊണ്ടുവന്ന് തന്നിരുന്നവനാണ് മരിച്ചുപോയത്. അന്നം തരുന്നവൻ മരിച്ചിട്ടില്ല. എനിക്ക് അന്നം തേടിക്കൊണ്ടുവന്ന് തരുന്നവനാണ് മരിച്ചുപോയത്. അന്നം തന്നുകൊണ്ടിരുന്നവൻ മരിച്ചിട്ടില്ല. എന്തൊരു വാക്കാണ്! അള്ളാഹു സൃഷ്ടാവായ തമ്പുരാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനാണ് അന്നം തരുന്നവൻ. അവനാണ് അന്നം തരുന്നവൻ. ഇലൈക യാ റബ്ബി ഖദ് വജ്ജഹതു ഹാജാതി. അള്ളാഹുവെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതാ അർപ്പിക്കുന്നു, എല്ലാം നിന്നിൽ ഫലമേൽപ്പിക്കുന്നു. യാ ഖാസിമ റിസ്ഖി മിൻ ഫൗഖിസ് സമാവാതി. ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ വെച്ച് എനിക്കുള്ള ഭക്ഷണം തീരുമാനിച്ചു തരുന്നവൻ. ഞാൻ ഈ ഭൂമിയിൽ എത്ര ഭക്ഷണം കഴിക്കും, എത്ര പിടി വെള്ളം കുടിക്കും, എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും, എത്ര ഔൺസ് വെള്ളം കുടിക്കും, ഞാൻ ഏത് വസ്ത്രം ധരിക്കും, ഞാൻ എവിടം വരെ എത്തും, ഞാൻ ആരാകും, എന്താകുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള, എല്ലാം തീരുമാനിച്ചിട്ടുള്ള തമ്പുരാൻ. ആ തമ്പുരാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, ഇനി ആരുണ്ട് എന്ന്. സാധാരണ ഭർത്താവോ കുടുംബനാഥന്മാരോ മരിച്ചാൽ ഭാര്യമാരുടെ ഒരു കരച്ചിലുണ്ട്, എനിക്കിനി ആരുണ്ടേ? മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു ഉണ്ട്. അള്ളാഹുവിൽ ബലമേൽപ്പിക്കണം. അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ഒരാൾക്ക് നിരാശ വേണ്ട. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുക. മാരിഫത്തുള്ള അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ സ്വർഗപ്രവേശനം ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അതിമനോഹരങ്ങളായ അനുഗ്രഹങ്ങൾ
ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരാൾക്കും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏപ്രിൽ 10 ഈ വിനീതൻ ഉംറയ്ക്ക് പുറപ്പെടുന്നു. മെയ് 1 റഷ്യയിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സിയാറത്ത് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 4 ബൈത്തുൽ മുഖദ്ദസ്, ഈജിപ്റ്റ്, ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ ഈ 4 രാജ്യങ്ങളിലേക്കും പുറപ്പെടുന്നു. ഈ 3 യാത്രകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9387544151. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം അറിവിലൂടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.